ഇറാനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന്റെ വിലാപങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ജേണൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതിഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇറാനെതിരെ വലിയ രൂപത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു. അത്തരത്തിലുള്ള വാണിങ്ങുകൾ ഇറാന് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ പുതിയ വാർത്ത വരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദേശം പാകിസ്ഥാൻ ഇറാന് കൈമാറിയിരിക്കുന്നു എന്നതാണ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കാമെന്നാണ്. പക്ഷേ ഇറാനികൾ അതുകൊണ്ട് സമ്മതിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം അവരുടെ മരവിപ്പച്ച ഫണ്ട് കൂടെ ലഭിച്ചെങ്കിൽ മാത്രമേ ഇറാൻ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറുള്ളൂ എന്നാണ് ഇന്ന് പോലും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് ട്രംപിന്റെ മകന് നേരെയുള്ള വധഭീഷണിയും ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഗുരുതരമായ വലിയ രൂപത്തിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഗുരുതരമായ കാര്യമാണ്. ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് കടന്നു വരുന്ന സമയത്ത് തന്നെ തയ്യാറെടുക്കുമ്പോൾ തന്നെ ശക്തമായ മുന്നറിയിപ്പ് ട്രംപിന് നേരെ ഉണ്ടായിരുന്നു. DNA തുളസി ഗബ്ബാർഡ് ഇറാനെ എതിരെയുള്ള യുദ്ധം അപകടകരമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മാത്രമല്ല JD വാൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ യുദ്ധം അപകടമാണ് എന്ന്. എന്നാൽ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നു നെതന്യാഹുവും അതുപോലെ ട്രംപിന്റെ ചില സഹായികളുമാണ് ഇപ്പോൾ ഇറാൻ ഏറ്റവും ദുർബലമായ സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇറാനെ അടിച്ചമർത്താൻ കഴിയും എന്ന് പറഞ്ഞ് ട്രംപിന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകി. അതനുസരിച്ച് ട്രംപ് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നു. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? ഈ യുദ്ധം ഇറാന് വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അമേരിക്കക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പോൾ തന്നെ ഈ യുദ്ധത്തിലേക്ക് കടക്കേണ്ടതില്ല എന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ട്രംപ് അത് ചെവികൊള്ളാത്തത് കൊണ്ടാണ് എന്നുള്ള വാർത്തകൾ വരുന്നത്. എന്തായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കയ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന കാര്യം വ്യക്തമാണ്.